തൊഴിലാളികൾ, കർഷകർ, പട്ടിക വിഭാഗങ്ങൾ ഈ 3 വിഭാഗങ്ങളെ മുന്നിൽ കാണണം എന്നാണ് CPI അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം പറയുന്നത്. വികസന പദ്ധതികൾ ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് വേണം. അങ്ങനെയൊന്നും ഈ സർക്കാരിൽ നിന്ന് വരുന്നില്ല എന്നാണ് വ്യംഗ്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ സർക്കാരിനെ വിയോജിപ്പ് അറിയിച്ചിട്ടുമുണ്ട് എന്ന് ബിനോയ് വിശ്വം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കഴിഞ്ഞ 4.25 വർഷത്തിനിടെ അങ്ങനെ CPI വിയോജിപ്പ് അറിയിച്ച എത്ര പദ്ധതികൾ ഉണ്ടായി? ഇങ്ങനെയല്ല വേണ്ടത് എന്ന് സർക്കാരിനോട് എത്ര തവണ പറഞ്ഞു? ഏതൊക്കെ പദ്ധതികളിൽ പൊളിച്ചെഴുത്ത് നിർദ്ദേശിച്ചു? ഇങ്ങനെ ചോദ്യങ്ങൾ അനേകമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൽ 40% ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് CPI. 50% CPIM-ന് നൽകിയാലും തിരുത്താനും തിരുത്തിക്കാനും ശബ്ദമുയർത്തേണ്ടിയിരുന്നത് CPI ആണ്. മറ്റു പാർട്ടികൾക്കെല്ലാം കൂടി 10% ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇക്കണായ വർഷങ്ങളിലൊക്കെ CPI രാഷ്ട്രീയമായി നിലനിന്നത് അങ്ങനെ തിരുത്തൽ ശക്തിയായതുകൊണ്ടാണ്. ഇപ്പോൾ KE ഇസ്മയിലും C ദിവാകരനുമൊക്കെ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനല്ലാതെ CPI സംവിധാനം ചലിക്കുന്നത് ആരും കണ്ടിട്ടില്ല. DYFI-യും SFI-യും ഒക്കെ സ്വന്തം നിലയ്ക്ക് സംഘടനാ സമ്മേളനം നടത്തുന്നത് പോലെ CPI-യും നടത്തുന്നു. അതിനപ്പുറം ഈ സർക്കാരുമായി വിയോജിക്കേണ്ടതായി എന്തെങ്കിലും ഉണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അത്തരമൊരു ഘട്ടത്തിൽ CPI ഇപ്പോൾ നടത്തുന്ന ഈ വിമർശനം എന്ത് ലക്ഷ്യത്തിലാണ്?